لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറ ഖലമിലെ 17 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ ദുരാഗ്രഹത്തിനുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സദ്വൃത്തനും ഉദാരശീലനുമായ ഒരാളുടേതായിരുന്നു ഒരു തോട്ടം. ആ തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുമായിരുന്നു. ആ ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനു വേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ച് കൂടുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കൾ ഈ സൽപ്രവൃത്തി നിർത്തി എന്ന് മാത്രമല്ല, സാധുക്കൾക്ക് ഒന്നും കൊടുക്കാതിരിക്കാൻ വെളുപ്പാൻ കാലത്ത് ആരും അറിയാതെ ആ ഫലം പറിച്ചെടുക്കാൻ അവർ നിഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ ആ തോട്ടത്തിന് അത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചു പോയതായി അവർ കാണുകയും അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായി തീരുകയും ചെയ്തു എന്നതാണ് ആ ഒരു കഥയുടെ ചുരുക്കം എന്നുള്ളത്. ഇവിടെ വളരെ വലിയ ചില ഗുണപാഠങ്ങൾ ഈ ചരിത്രം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നാം ആലോചിക്കേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നാം ഈ ഭൂമിയിലേക്ക് പിറന്നു വരുന്ന സമയത്ത് നാം കൂടെ കൊണ്ടുവന്നതല്ല. പല ആളുകളുടെയും ധാരണ അങ്ങനെയാണ്. ഇതെല്ലാം എൻ്റെ സമ്പാദ്യമാണ്, ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ് എന്നതാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത്. ഇത് തെറ്റായൊരു ധാരണയാണ്. ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഉടുക്കാനുള്ള വസ്ത്രം പോലും ഇല്ലാതെയാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാനുള്ളത് കേവലം തുണിക്കഷ്ണങ്ങൾ മാത്രമാണ്. മാക്സിമം 1000 രൂപയ്ക്ക് താഴെ വരുന്ന വസ്തുക്കൾ മാത്രമാണ് നമ്മുടെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനിടയിൽ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് നേർക്ക് നേരെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കപ്പെടുന്ന കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ഹസനാത്തുകളാണ്, നന്മകളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്ക് അത് മാറ്റി കയ്യിൽ കരുതാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു പ്രത്യേകമായി നമ്മോട് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ വർധനവാണ് നമുക്ക് വേണ്ടത്. വലഇൻ കഫർത്തും, അല്ല നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് വളരെ ശദീദാണ്, കഠിനമാണ് എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സാധുക്കൾക്ക് അല്പമെങ്കിലും കൊടുത്ത് തങ്ങൾക്ക് ബാക്കിയെടുക്കാം എന്നുള്ള നിശ്ചയമാണ് ആ തോട്ടക്കാരുടെ അനന്തരാവകാശികൾക്കുണ്ടായിരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് അവരിലേക്ക് ഇറങ്ങുമായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആവശ്യക്കാരെ കൂടി പരിഗണിച്ച് ഒരുപോലെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം മനുഷ്യർ എന്തെങ്കിലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകാതിരിക്കാൻ കുതന്ത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു അതിനേക്കാളും വലിയ കുതന്ത്രങ്ങൾ നടപ്പിലാക്കും എന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക,
ആ അനുഗ്രഹങ്ങളുടെ വർധനവിനായി പ്രാർത്ഥിക്കുക. അക്സിൻ കമ അഹ്സൻ അള്ളാഹു ഇലൈക്ക് എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അള്ളാഹു നിനക്ക് നന്മ നൽകിയതുപോലെ മറ്റുള്ളവരിലേക്കും നീ നന്മ പകർന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. മനസ്സിനെ പിശുക്കിൽ നിന്ന് മോചിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗപ്രവേശനം നേടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.